കേരള മനസാക്ഷിയെ ഞെട്ടിച്ച നെന്മാറ പോത്തുണ്ടി ഇരട്ടക്കൊലപാതക കേസിൽ പ്രതി ചെന്താമരയ്ക്ക് വധശിക്ഷ 20 ലക്ഷം രൂപ പിഴയും ചുമത്തി പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി വധശിക്ഷ നൽകിയത്. പ്രതിഭാഗം ഉന്നയിച്ച എല്ലാ വാദങ്ങളും തള്ളിക്കൊണ്ടാണ് പ്രതിക്ക് മാനസാന്തരത്തിന് സാധ്യതയില്ലെന്ന വിധി പ്രസ്താവത്തിൽ കോടതി വിലയിരുത്തി. കൊലയെ പ്രതി ന്യായീകരിച്ചെന്നും കുറ്റപ്പെടുത്തൽ. കോടതി വിധിയിൽ പൂർണ്ണ തൃപ്തിയെന്ന് കൊല്ലപ്പെട്ട സുധാകരന്റെ മക്കൾ പറഞ്ഞു. ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. കോടതിൻ്റെ മേലെ വിശ്വാസം ഉണ്ടായിരുന്നു, അത് അതേപോലെ ഇതാക്കി. പിന്നെ വക്കീലിൻ്റെ മേലെ എല്ലാവരുടെ അടുത്തും നന്ദി പറയണം. ഇത്രയും കഷ്ടപ്പെട്ടത് അയാൾക്ക് വധശിക്ഷ തന്നെ കൊടുത്തതിൽ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ജഡ്ജിക്കായാലും ഞങ്ങൾ ഹെൽപ്പ് ചെയ്ത പോലീസിനായാലും എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇയാൾക്ക് വധശിക്ഷ കൊടുത്തതിൽ ഒരുപാട് സന്തോഷമുണ്ട്. വിശദാംശങ്ങളുമായി സച്ചിൻ വള്ളിക്കാടാണ് ചേരുന്നത്. സച്ചിൻ, കേരള മനസാക്ഷിയെ തന്നെ നടുക്കിയ ഒരു കൊലപാതകം, അതിൽ പ്രതി ചെന്താമരയ്ക്ക് വധശിക്ഷ വിധിച്ചിരിക്കുന്നു. എന്തൊക്കെയാണ് വിധി പ്രസ്താവത്തിൽ പറയുന്നത്? വിവരങ്ങൾ. ശ്യാംലി, 2025 ജനുവരി 27 നെന്മാറ പോത്തുണ്ടി സ്വദേശികളായ ലക്ഷ്മിയെയും സുധാകരനെയും ചെന്താമര വെട്ടിക്കൊലപ്പെടുത്തുന്നത്. പട്ടാപ്പകലായിരുന്നു ഈ കൊലപാതകം നടത്തിയത്. 58 ദിവസത്തിനുള്ളിലാണ് പോലീസ് കൃത്യമായ അന്വേഷണങ്ങൾ നടത്തിക്കൊണ്ട് കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത്. അതിന് കോടതിയുടെ അഭിനന്ദനവും ഇന്ന് പരാമർശിച്ചിട്ടുണ്ട്. അത്തരത്തിൽ കൃത്യമായ നിരീക്ഷണങ്ങൾക്കും അതേപോലെ തന്നെ തെളിവുകളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കോടതി ഇപ്പോൾ പ്രതിയായിട്ടുള്ള ചെന്താമരക്ക് വധശിക്ഷ വിധിച്ചിരിക്കുന്നത്. കൂടാതെ തന്നെ 20 ലക്ഷം രൂപ പിഴയും വിധിച്ചിട്ടുണ്ട്. ഇത് ചെന്താമരയുടെ മക്കൾക്ക് നൽകണമെന്നാണ് കോടതി വിധിച്ചിരിക്കുന്നത്. കൂടാതെ ചെന്താമരയുടെ മക്കൾക്ക് സർക്കാർ സംരക്ഷണം ഒരുക്കണം, പിന്നെ ചെന്താമരയുടെ ഇളയ മകൾക്ക് സർക്കാർ ജോലി നൽകണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ കോടതിയുടെ വിധി പ്രസ്താവത്തിൽ ഉണ്ട്. അപൂർവങ്ങളിൽ അപൂർവമായ കേസാണ് നിലവിൽ ഈ ഇരട്ടക്കൊലപാതകം എന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. കൂടാതെ തന്നെ പ്രതിയായിട്ടുള്ള ചെന്താമരക്ക് യാതൊരു വിധത്തിലുള്ള മാനസാന്തരവും ഉണ്ടാവുന്നില്ല. പല ഘട്ടങ്ങളിലും പ്രതി വലിയ രീതിയിലുള്ള ഭീഷണി മുഴക്കുന്നു. അത്തരത്തിൽ ഒരു ക്രൂര മനസ്സിനുടമയാണ് ചെന്താമര എന്നും കോടതി കണ്ടെത്തിയിട്ടുണ്ട്. പ്രോസിക്യൂഷൻ വാദങ്ങളെല്ലാം തന്നെ ശരിവെക്കുന്ന തരത്തിൽ തന്നെയാണ് വധശിക്ഷയുടെ ഈ വിധി പ്രസ്താവം ഉണ്ടായിട്ടുള്ളത്. പ്രതിഭാഗം വക്കീൽ ഉന്നയിച്ച പല കാര്യങ്ങളും തള്ളിക്കൊണ്ട് തന്നെയാണ് നെന്മാറ ഇരട്ടക്കൊലപാതക കേസിൽ പ്രതി ചെന്താമരക്ക് വധശിക്ഷ വിധിച്ചിരിക്കുന്നത്. പ്രതിയുടെ, അതായത് ഈ കൊലപാതകം പ്രതി തുടർച്ചയായി പല ഘട്ടങ്ങളിലും ന്യായീകരിച്ചുകൊണ്ട് രംഗത്തെത്തുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. കൂടാതെ തന്നെ ഈ പ്രതി കൊലക്കുറ്റവും അതേപോലെ തന്നെ വഴിയിൽ തടഞ്ഞു നിർത്തിയ തുടങ്ങിയ വകുപ്പുകളെല്ലാം ചേർത്തുകൊണ്ട് തന്നെയാണ് ചെന്താമരക്ക് വധശിക്ഷ വിധിച്ചിരിക്കുന്നത്. എന്തായാലും കേരള മനസാക്ഷി ഒറ്റക്കെട്ടായി കാത്തിരുന്ന ഒരു വിധി തന്നെയാണ് ഇന്ന് കോടതിയിൽ പാലക്കാട് സെഷൻസ് കോടതി ജഡ്ജി കെന്നത്ത് ജോർജ് വിധിച്ചിരിക്കുന്നത്. മക്കൾ, അതായത് സുധാകരൻ്റെയും അതേപോലെ തന്നെ സജിതയുടെയും മക്കൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു, ചെന്താമരക്ക് ഏറ്റവും വലിയ ശിക്ഷയായ തൂക്കുകയർ തന്നെ ലഭിക്കണം. തങ്ങൾ ഇതുവരെ ഒരു സമാധാനത്തോടു കൂടെ ഉറങ്ങാൻ വേണ്ടി സാധിച്ചില്ല, തങ്ങൾക്കെല്ലാം നഷ്ടപ്പെട്ടു. അതിനാൽ തന്നെ മക്കളുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം ഇന്ന് വന്നിരുന്നു. കൃത്യമായ രീതിയിൽ വലിയ സന്തോഷമുണ്ട് എന്ന കാര്യം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, ഇനി ചെന്താമരക്ക് പരോൾ കൊടുക്കാൻ പാടില്ല എന്ന കാര്യവും മക്കൾ പറഞ്ഞിട്ടുണ്ട്. അതിനാൽ തന്നെ തങ്ങൾ ഇപ്പോഴും ഭയത്തോടു കൂടിയാണ് ജീവിക്കുന്നത്. പരോൾ ലഭിച്ചാൽ ചെന്താമര ഇനി പുറത്തേക്ക് വന്നാൽ തങ്ങളുടെ ജീവൻ അടക്കം ഭീഷണിയുണ്ട്. അത് ഒക്കെ ഈ വിധി പ്രസ്താവനത്തിലുണ്ട്. കാരണം ചെന്താമരയുടെ മക്കൾക്കടക്കം സംരക്ഷണം സർക്കാർ ഒരുക്കണം എന്ന കാര്യം തന്നെയാണ് വിധി പ്രസ്താവനത്തിലുള്ളത്. എന്തായാലും കൃത്യമായ രീതിയിൽ അതിൽ പോലീസിൻ്റെ അന്വേഷണ മികവിനെ എടുത്തു പറയേണ്ടതുണ്ട്. അത് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. കാരണം അന്നത്തെ ഡിവൈഎസ്പി ആയിരുന്ന ആലത്തൂർ ഡിവൈഎസ്പി മുരളീധരൻ്റെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം നടത്തിയിട്ടുള്ളത്. നേരിട്ടുള്ള ദൃക്സാക്ഷികളൊന്നും ഇല്ലാത്ത ഒരു കേസായിരുന്നു നെന്മാറ ഇരട്ടക്കൊലപാതക കേസ്. ആ കേസിലാണ് നിർണായകമായ ശാസ്ത്രീയ തെളിവുകളുടെ ഒക്കെ അടിസ്ഥാനത്തിൽ വധശിക്ഷ തന്നെ ലഭ്യമായിട്ടുള്ളത്. അതിനാൽ തന്നെ പോലീസിൻ്റെ അന്വേഷണത്തിനും കൃത്യമായ രീതിയിൽ ഒരു മികവിന് കൃത്യമായ ഒരു അംഗീകാരവും കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. എന്തായാലും കേരളം ഒറ്റക്കെട്ടായി കാത്തിരുന്ന ഒരു ശിക്ഷാവിധി തന്നെയാണ് ഇന്ന് പാലക്കാട് സെഷൻസ് കോടതിയിൽ നിന്ന് വന്നിട്ടുള്ളത്. ശ്യാംലി. ശരി, സച്ചിൻ വള്ളിക്കാടാണ് വിവരങ്ങൾ നൽകിയത്.